കാമുകിയുടെ പിറന്നാളിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെയ്തത് എന്താണെന്നറിയോ? വേറൊന്നും ചെയ്തിട്ടില്ല. അവൻ സ്വന്തം വീട്ടിൽ നിന്ന് അവന്റെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ അങ്ങ് മോഷ്ടിച്ചു. നോക്കണേ, ഈ വാർത്ത ഒന്ന് നോക്കണം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ. അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാമുകി ഉണ്ട് അവനക്ക്. ആ കാമുകിയുടെ പിറന്നാളിന് സമ്മാനം കൊടുക്കണം. അതും എന്ത്? ഐഫോൺ തന്നെ കൊടുക്കണം. ആ ഐഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വേറെ എവിടെയും മോഷ്ടിച്ചില്ല. സ്വന്തം വീട്ടില് അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ അങ്ങ് മോഷ്ടിച്ചു. എന്നിട്ട് ആരും അറിയാതെ കൊണ്ടുപോയിട്ട് വിറ്റതിന് ശേഷം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാമുകിക്ക് നല്ലൊരു ഐഫോൺ വാങ്ങിക്കൊടുത്തു. ഒന്നുകൂടി ഓർക്കണേ, 9ാം ക്ലാസ്സിലാണ് പയ്യൻ പഠിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവരെ കൊണ്ട് വല്ല ഉപകാരം ഉണ്ട് കാമുകിമാർക്ക്? ഒരു ഉപകാരമില്ല. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് കാമുകിക്ക് 50,000 രൂപയുടെ ഒരു ഐഫോണും വാങ്ങിക്കൊടുത്തു. അതിന്റെ പുറമെ അവന്റെ ഫ്രണ്ട്സുകൾക്ക് അടിപൊളി പാർട്ടിയും കൊടുത്തു. പുള്ളിക്കാരൻ ഹാപ്പിയായി. വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ കാണാതായിട്ട് അമ്മ തെരഞ്ഞു നോക്കി. അവസാനം പോലീസിൽ കേസായി. ഇത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പോലീസിൽ കേസായി. പിന്നീട് അന്വേഷണങ്ങളൊക്കെ ഊർജിതമാക്കി. അവസാനം കള്ളൻ കപ്പലിൽ തന്നെ ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ 9ാം ക്ലാസ്സുകാരനായ കാമുകൻ കാമുകിക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്, 50,000 രൂപയുടെ ഐഫോണും അതിന്റെ പുറമെ അടിപൊളി പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം അങ്ങ് മോഷ്ടിച്ചു. ഇത് നമ്മളൊരു ന്യൂസായിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ന്യൂസായിട്ട് കേൾക്കുന്നുവെങ്കിൽ ഇതിൽ ഒരുപാട് ചിന്തകൾ നമുക്ക്, അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധകൾ വേണ്ടതുണ്ട്. 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ഇത്രയും വലിയ എമൗണ്ടിന് വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ, ഈ രീതിയിലൊക്കെ ഈ കുട്ടികളൊക്കെ വളർന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വീടിന്റെ ആധാരമോ അല്ലെങ്കിൽ വീട്ടുകാരെ പോലും കൊണ്ടുപോയി വിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ യാതൊരു രീതിയിലുള്ള ആത്മബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളൊന്നും ഇല്ലാതെ താൽക്കാലിക സുഖത്തിന് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, അതൊരു പക്ഷെ ഇതുപോലുള്ള പ്രണയങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ മക്കൾക്ക് ഏറ്റവും വലിയൊരു വല്ലാതെ ഒരു ലഹരിയാണ് നല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. നല്ല ജോലിയും കൂലിയൊക്കെ ഉള്ള ആളുകൾ നല്ല മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരൊരുപാട് കാലം പഠിച്ച് അധ്വാനിച്ച് അവസാനം അവരുടെ ഒരു സ്വപ്നമാണ് നല്ലൊരു ഫോണ്, വീട്, വിവാഹം. അതൊന്നുമല്ല, നിങ്ങളുടെ മുളയിൽ നിന്ന് പൊട്ടുന്നേ ഉള്ളൂ. ആ സമയമാകുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ല വിലപിടിപ്പുള്ള മൊബൈൽ ഫോണ്, ചെറിയ ഫോണൊന്നും പറ്റില്ല. ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ മക്കളാണെങ്കിലും നമ്മുടെ ആരുടെ മക്കളാണെങ്കിലും വളർന്നു പോകുന്നത്. ഇത് ശരിക്കും നമുക്കൊക്കെ അപകടം തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കളെ വളരെ മോശമായിട്ട് അപകടപ്പെടുത്തിക്കൊണ്ട് പോലും കാമുകിമാരെ സംതൃപ്തിപ്പെടുത്താനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല രീതിയിൽ വിപത്തുകള്, അസ്വസ്ഥതകൾ നിറഞ്ഞ അനുഭവങ്ങൾ കുടുംബത്തിൽ പല മക്കളും ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പെരുമാറിയിട്ടില്ല എങ്കിൽ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് കേസുകളുണ്ട്. ആ കുട്ടികളൊക്കെ 8ലും 9ലും പഠിക്കുന്ന മക്കളാണ്. വീട്ടിൽ നിന്ന് 1 മുതൽ 2 ലക്ഷം രൂപ വിലപിടിപ്പുള്ള വാച്ചുകൾ മോഷ്ടിച്ച് കൊണ്ടുപോയി വിൽക്കുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ഉമ്മയുടെ ഫോൺ, ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ചുറ്റുഭാഗത്തൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു രീതിയിലൂടെ നമ്മുടെ മക്കൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വസ്ഥത എന്നുള്ളതും മനസമാധാനത്തോടു കൂടി വീട്ടിൽ അന്തി ഇറങ്ങാൻ പറ്റൂല. പുറത്തുനിന്നുള്ള കള്ളന്മാരെയാണ് മുന്നേക്ക് നമ്മൾ പേടിച്ചിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കള്ളന്മാരാണ്. അതും സ്വന്തം മക്കളാകുമ്പോ എങ്ങനെ വിശ്വസിച്ചിട്ട് കിടന്നുറങ്ങും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഒരുപാട് ഉമ്മമാര് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിനിക്കിൽ വന്നിട്ട് വളരെ സങ്കടത്തോടു കൂടി പറയും, സാറേ എന്റെ മോനാണ് അതങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോ വല്ലാത്ത സങ്കടമായി. പലപ്പോഴും മക്കൾ നല്ല വലിയ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ബർഗറും ഇതൊക്കെ വാങ്ങി കമ്പനി അടിച്ച് തിന്നുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കളവ് ശൈലി നമ്മുടെ മക്കളിൽ വളർന്നു വന്നിട്ടുണ്ട് എങ്കിൽ അവര് ചെറുത് മോഷ്ടിച്ച് അവനാന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ കഴിയാതെ ആകുമ്പോൾ അത് മറ്റുള്ള വീട്ടിലേക്ക് നീങ്ങുകയും ആ മറ്റുള്ള വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് അതങ്ങനെ ടൗണിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വലിയൊരു കള്ളലായിട്ട് വളരും. അധ്വാനിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ ഇടങ്ങറാവാതെ വലിയ സംഖ്യയൊക്കെ ഇതുപോലെ കിട്ടുമ്പോഴേ മക്കളിലുള്ള ദുസ്വഭാവങ്ങൾ കൂടി വരും. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, പടച്ചോനെ മക്കളൊക്കെ ഇത്രയും വിപത്തിൽ നിന്ന് കാക്കണേ, നല്ല മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തരണേ എന്ന്. അതിന്റെ അപ്പുറം നമുക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾ കാണുന്ന രീതിയിൽ ഇതുപോലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തോന്നും. നമ്മുടെയൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ ഈ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
പലപ്പോഴും അവർ കമ്പനി അടിക്കാനും ടൂറിനും വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാമുകിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട കാമുകിമാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കൂലിയും വാല്യൂ ഇല്ലാത്ത നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് വാങ്ങി തരുന്നുവെങ്കിൽ അതെന്താണെങ്കിലും അവന്റെ മുതലല്ല കട്ടിട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും പറ്റിച്ചിട്ടാന്നുള്ളത് ഉറപ്പാണ്. ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്രകാലം നോക്കി വളർത്തി നൊന്തു പ്രസവിച്ച അമ്മയെ മോഷ്ടിക്കുന്നുവെങ്കിൽ നാളെ പ്രിയപ്പെട്ട കാമുകിമാരെ, നിങ്ങളെ ഇവരെങ്ങാനും വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ കൊണ്ടു നടന്ന് എവിടേക്കെങ്കിലും പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ഇവൻ നിങ്ങളെ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യൂട്ടോ, വിറ്റിട്ട് പോരും. സമ്മാനങ്ങൾ വാങ്ങിയേക്കുമ്പോഴത്തൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. വെറുതെ എന്റെ കാമുകൻ തന്നു, എന്റെ ബോയ് ഫ്രണ്ട് തന്നു പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ട. പ്രവൃത്തിയിലും സ്വഭാവത്തിലും കാണാൻ കഴിയും ഭാവി എന്താന്നുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേക്ക, എല്ലാവരും ശ്രദ്ധിച്ചേക്ക. ഓക്കെ, എല്ലാ കാമുകിമാരും കാമുകന്മാരും ഇത് ഷെയർ ചെയ്യൂലെന്ന് അറിയാം, എങ്കിൽ പോലും ബാക്കിയുള്ളവർ ഷെയർ ചെയ്തോളും, ആർക്കെങ്കിലും ഉപകാരപ്പെടും. 9ാം ക്ലാസ്സിലെ പയ്യൻ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തത് കണ്ടാൽ മറ്റുള്ളവർ പറയും, എടാ ഈ ഡിഗ്രിക്കാ പഠിക്കണം, ഇത്ര കാലം വല്ല ഗിഫ്റ്റും തന്നെന്നുള്ളത്. ബൈ.